പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹംപിയിലെ കാഴ്ചകൾ കാണാം. 1336 മുതൽ 1565 വരെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു. ഇത് ഒരു കോട്ടകെട്ടിയ നഗരമായിരുന്നു. സമ്പന്നവും ഗംഭീരവുമായിരുന്നു. 1500-ൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നഗരമായി ഹംപി കണക്കാക്കപ്പെട്ടിരുന്നു. ഹിന്ദു സ്മാരകങ്ങൾ മാത്രമല്ല, ജൈന സ്മാരകങ്ങളും മുസ്ലിം സ്മാരകങ്ങളുമൊക്കെ നമുക്ക് ഹംപിയിൽ കാണാം. തുംഗഭദ്ര നദിയുടെ പഴയ പേരായ പമ്പ എന്നതിൽ നിന്നാണ് ഹംപി എന്ന പേര് ഉരുത്തിരിഞ്ഞത്. 1600 സ്മാരകങ്ങളുണ്ട് ഇവിടെ. 60-ലധികം തകർന്ന ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ട്. ആദ്യം നമുക്ക് ഹംപിയിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ വിട്ടാല ക്ഷേത്രത്തിലേക്ക് പോകാം. ശ്രീകൃഷ്ണൻ്റെ കൗമാരരൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആരാധനാലയമാണിത്. മുകളിൽ ഇഷ്ടിക കൊണ്ടുള്ള ഗോപുരങ്ങളാണ്. പലതും തകർന്ന നിലയിലാണ്. എങ്കിലും അതിലെ കൊത്തുപണികളുടെ മനോഹാരിത കാണേണ്ടത് തന്നെയാണ്. തനത് വിജയനഗര പാരമ്പര്യത്തിലാണ് ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി നിർമ്മിതികൾ ഉൾക്കൊള്ളുന്നതാണ് വിട്ടാല ക്ഷേത്ര സമുച്ചയം. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന തൂണുകളുള്ള സംഗീത മണ്ഡപവും രാജകുടുംബാംഗങ്ങളുടെ വിവാഹം നടക്കുന്ന കല്യാണ മണ്ഡപവുമൊക്കെ വിട്ടാല ക്ഷേത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ക്ഷേത്രത്തിന് പുറത്ത് വിശാലമായ ഒരു മാർക്കറ്റുണ്ട്. നീളത്തിലുള്ള മൈതാനങ്ങളും ചുറ്റും കൽമണ്ഡപങ്ങളുമുള്ള മാർക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ വിജയനഗരത്തിൻ്റെ പ്രതാപത്തെ ഓർമ്മിപ്പിക്കുന്നു. വിട്ടാല വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലും ശ്രീകോവിലിന് മുൻപിലെ കൊത്തുപണിയോടുകൂടിയ മഹാമണ്ഡപവും ഒരു കാഴ്ച തന്നെയാണ്. വിട്ടാല ക്ഷേത്രത്തിലാണ് നമ്മുടെ പുതിയ 50 രൂപയിൽ കാണുന്ന കൽരഥമുള്ളത്. ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ശിലാരഥത്തിൻ്റെ മാതൃകയിലാണ് ഇതിവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായർ ഒരു യുദ്ധം ജയിച്ച സമയത്ത് അതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് ഈ രഥം ഇവിടെ നിർമ്മിച്ചത്. വിജയനഗരത്തിൻ്റെ സുവർണ കാലഘട്ടം കൃഷ്ണദേവരായർ ഭരിച്ചിരുന്ന കാലമാണ്. സത്യത്തിൽ ഈ രഥം ഹംപിയുടെ അടയാളമാണ്. ഗരുഡനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിൽ തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഹേമകൂടമലയിലേക്ക് പോകാം. ക്ഷേത്രങ്ങൾ നിറഞ്ഞ വലിയൊരു പാറക്കെട്ടാണിത്. പമ്പ എന്നറിയപ്പെടുന്ന സതീദേവി ശിവനെ വിവാഹം ചെയ്തത് ഇവിടെ വെച്ചാണെന്നും അപ്പോൾ സ്വർണ്ണമഴ പെയ്തെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹേം എന്നാൽ സ്വർണം. അങ്ങനെയാണ് ഈ മലയ്ക്ക് ഹേമകൂടം എന്ന പേര് ലഭിച്ചത്. കുന്നിലേക്ക് കയറും മുമ്പ് ശശിവേഗലു ഗണേശ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം കാണാം. കടുക് പോലെ വീർത്ത വയറുള്ള ഗണേശൻ എന്നാണ് ഈ പേരിനർത്ഥം.
സർപ്പം ചുറ്റിക്കിടക്കുന്ന ആ വിഗ്രഹം ഒരു കൗതുക കാഴ്ചയാണ്. കൂറ്റൻ പാറക്കെട്ടുകളും ഇടയ്ക്കിടയ്ക്കുള്ള ക്ഷേത്രങ്ങളുമാണ് ഹേമകൂടമലയിലെ കാഴ്ചകൾ. വെറുതെ അവിടെ അങ്ങനെ ചുറ്റി നടക്കാൻ തന്നെ എന്ത് രസമാണെന്നോ. വിജയനഗര കാലത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഉപകാര സ്മരണയ്ക്കായി ക്ഷേത്രം പണിയുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ ഹംപിയിലുണ്ടായത്. ഹിന്ദു ക്ഷേത്രത്തിന് പുറമെ ചില ജൈന ക്ഷേത്രങ്ങളും ഹേമകൂടമലയിൽ കാണാനാവും. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന് ഹേമകൂടമലയുടെ ചുവട്ടിലാണുള്ളത്. വിരൂപാക്ഷ ക്ഷേത്രം. കർണാടകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഈ ക്ഷേത്രത്തിൻ്റേതാണ്. ഹംപിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ട് വേണം ഹംപി കാണാൻ. ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന കാഴ്ചകളല്ല ഹംപിയിലുള്ളത്. ഞങ്ങളുടേത് ഒരോട്ടപ്രദക്ഷിണമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ചരിത്രശേഷിപ്പുകളാണ് ഹംപിയിലുള്ളത്. മനക്കണ്ണുകൊണ്ട് വേണം ഹംപി കാണാൻ. കൽക്കൂമ്പാരങ്ങളിൽ നിന്ന് മനോഹരമായ ഒരു നഗരത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഒരു നെടുവീർപ്പോടെയല്ലാതെ ആർക്കും ഹംപി കാണാനാവില്ല. ഒരിക്കൽ കൂടി പോകണം എനിക്ക് ഹംപിയിലേക്ക്. എല്ലാ കാഴ്ചകളും സാവധാനം കാണണം. ഇന്നത്തെ കാഴ്ചകൾ തീരുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.